ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു കാൾ മീ ഹണസ്റ്റ്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് SRT സിലബസിൽ ക്ലാസ് 9th മാത്തമാറ്റിക്സ് കഴിഞ്ഞ ക്ലാസ്സിൻ്റെ കണ്ടിന്യൂ ആയിട്ടുള്ളതാണ്. ഫസ്റ്റ് ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് പോളിനോമിയൽസ്, ചാപ്റ്റർ നമ്പർ 10th ആണ്. ഓക്കെ, അതിൽ ഫസ്റ്റ് ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്തത്. ഇനി ഈ ഒരു ചാപ്റ്ററിലെ അവസാനത്തെ ടോപ്പിക്ക് സ്പെഷ്യൽ എക്സ്പ്രഷൻസ് എന്നാണുള്ളത്. We have seen how some relations between measurements can be written as algebraic equations. നമ്മൾ കണ്ടതാണ് മുന്നേ, പെരിമീറ്റർ വെച്ചിട്ടാണെങ്കിലും ഏരിയ, വോളിയം ഇതൊക്കെ വെച്ചിട്ട് അതിൻ്റെ ലെങ്ത്തിന് എക്സ്റ്റൻഷൻസ് വരുമ്പോൾ അതിൻ്റെ പെരിമീറ്ററിലുള്ള ചേഞ്ചസ് എന്താണ്, ഏരിയയിലുള്ള ചേഞ്ചസ് എന്താണ്, വോളിയത്തിലുള്ള ചേഞ്ചസ് എന്താണ്, ഇതെല്ലാം ഒരു ആൾജിബ്രൈക് ഇക്വേഷൻസ് എന്നുള്ള ഫോമിലാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. These can be seen as relations between just numbers also. ഇത് കുറച്ച് അധികം നമ്പറുകൾ വെച്ചിട്ടുള്ള റിലേഷൻസ് ആയിട്ടാണ് നമുക്ക് കാണുക അല്ലേ. അതായത് ഫോർ എക്സാമ്പിൾ നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്ത് നമ്മുടെ മുന്നത്തെ പ്രോബ്ലമാണ് അവർ ഫസ്റ്റ് പ്രോബ്ലം ഓൺ റെക്ടാങ്കിൾസ്. ഈ ഒരു ചാപ്റ്ററിൽ റെക്ടാങ്കിളിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലമാണ് നമ്മൾ ഫസ്റ്റ് ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്തിരുന്നത്. വി റോട്ട് ദ റിലേഷൻസ് ബിറ്റ്വീൻ ആൻഡ് എക്സ്റ്റൻഷൻ ഓഫ് ദ സൈഡ്സ് ആൻഡ് ദ ന്യൂ പെരിമീറ്റർ. അതിൽ ആ ഒരു റെക്ടാങ്കിൾ തന്നെ സെയിം സ്ട്രക്ചറും അതിൻ്റെ പെരിമീറ്ററും അത് വെച്ചിട്ട് അതിൻ്റെ ഓരോ ലെങ്ത്തും ബ്രെഡ്ത്തിലും എക്സ്റ്റൻഷൻസ് വന്നിട്ട് മാറ്റങ്ങൾ വന്നിട്ടുള്ള പുതിയ പെരിമീറ്റർ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു എക്സ്റ്റൻഷനിൽ ചേഞ്ചസ് വന്നപ്പോൾ ഉള്ള പെരിമീറ്ററിന് ഉത്തരം നമുക്ക് കിട്ടിയത് P(x) = 4x + 10 എന്നാണ് കിട്ടിയത് അല്ലേ. ദിസ് ക്യാൻ ബി സീൻ ആസ് ദി ഓപ്പറേഷൻസ് ഓഫ് മൾട്ടിപ്ലൈയിങ് എ നമ്പർ ബൈ 4 ആൻഡ് ആഡിങ് 10. ഇത് നമുക്ക് ഒരു സെൻറ്റൻസ് ആയിട്ട് എഴുതുമ്പോൾ നമുക്കിത് കാണാൻ കഴിയുന്നത് എന്താണ്, ഇവിടെയുള്ള ഓപ്പറേഷൻസ് എന്താണ്, മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട് ഒരു നമ്പർ വെച്ചിട്ട് ഒരു ഇൻറ്റിജറും, അതല്ലെങ്കിൽ ഒരു നമ്പർ വെച്ചിട്ട് നമ്മൾ 4ഉമായിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. എക്സ് എന്ന് പറഞ്ഞ ഒരു ഇൻറ്റിജറാണ്, അൺനോൺ നമ്പറാണ്. അത് വെച്ചിട്ട് നമ്മൾ 4ൽ മൾട്ടിപ്ലൈ ചെയ്തു. കൂടാതെ അതിലൊരു സമ്മേഷനും ചെയ്തിട്ടുണ്ട്, 10 ആഡും ചെയ്തിട്ടുണ്ട്. ബിയോണ്ട് ദീസ് കമ്മ്യൂട്ടേഷൻസ് ഓഫ് പെരിമീറ്റേഴ്സ്, ഈ ഒരു പെരിമീറ്ററിന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഉത്തരം 4x + 10 ആണ്. അത് എന്താണ്, ഒരു നമ്പർ വെച്ചിട്ട് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, അതിൻ്റെ കൂട്ടത്തിൽ 10 എന്നുള്ള നമ്പർ ആഡ് ചെയ്തിട്ടുണ്ട്. ലെറ്റ്സ് ഹാവ് എ ലുക്ക് അറ്റ് ദി അതർ റിലേഷൻസ് വി ഡിസ്കസ്ഡ് ഏർലിയർ. നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തത് പെരിമീറ്ററിൻ്റെ കൂട്ടത്തിൽ ഏരിയ, വോളിയം അത് രണ്ടും കൂടെ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ എന്താ നമുക്ക് കിട്ടിയത്, A(x). ഫസ്റ്റ് ഏരിയ, അതിൽ എക്സ് എന്നുള്ള ലെങ്ത്ത്, എക്സ് എന്നുള്ളൊരു നമ്പർ വെച്ചിട്ട് അതിൻ്റെ ലെങ്ത്തിലും ബ്രെഡ്ത്തിലും എക്സ്റ്റൻഷൻസ് വന്നപ്പോൾ ആ ഒരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയ A(x) എന്തായിട്ട് മാറി, x² + 5x + 6 ആയിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. എക്സ് എന്ന് പറയുന്നത് ആ ഒരു എക്സ്റ്റൻഷനിലുള്ള ലെങ്ത്താണ് കേട്ടോ. അതേപോലെ തന്നെ വോളിയത്തിൽ എന്താ മാറ്റം വന്നത്, ആ ഒരു ലെങ്ത്ത് എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ വോളിയം V(x) എന്തായിട്ട് മാറി, x³ ആണ് കേട്ടോ. ഇവിടെ റിട്ടേൺ ചെയ്തതിൽ ഒരു കറക്ഷൻ ഉണ്ട്, x² അല്ല, x³ വോളിയാണല്ലോ. അപ്പോൾ x³ + 6x² + 11x + 6 സെൻറ്റിമീറ്റർ ക്യൂബിക് സെൻറ്റിമീറ്റർ ആയിട്ട് ഉത്തരം കിട്ടി. ഇഫ് യു ലുക്ക് അറ്റ് ദം ആസ് ഓപ്പറേഷൻസ്, ഇതിൻ്റെ ഓപ്പറേഷൻസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കെന്ത് കിട്ടും, ഓപ്പറേഷൻസ് ഓൺ നമ്പേഴ്സ്. ഈ ഒരു നമ്പേഴ്സ് വെച്ചിട്ട് ഇതിൻ്റെ ഓപ്പറേഷൻസ് നമ്മൾ നോക്കുമ്പോൾ വി ക്യാൻ ഡിറ്റക്ട് സം കോമൺ ഫീച്ചേഴ്സ്. നമ്മൾ മുന്നേ കണ്ട പോലെ തന്നെ കുറച്ച് കോമൺ ആയിട്ടുള്ള അതിൻ്റെ ഫീച്ചർ നമുക്ക് കാണാൻ കഴിയും. ഇതിൽ ഈ ഒരു വോളിയത്തിലാണെങ്കിലും ഏരിയയിലാണെങ്കിലും പെരിമീറ്ററിലാണെങ്കിലും ഇൻ ആൾ ദീസ് ദ ഓൺലി ഓപ്പറേഷൻസ് ഡൺ ആർ മൾട്ടിപ്ലൈങ് പവേഴ്സ് ഓഫ് ദി നമ്പേഴ്സ്. ഒരു നമ്പർ, ആ ഒരു എക്സ്റ്റൻഷനിലുള്ള നമ്പർ എക്സ് ആണ് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തത്, ആ ഒരു നമ്പറിൽ അതിൻ്റെ മൾട്ടിപ്ലൈങ് പവേഴ്സ് ആയിട്ടാണ് മാറുക. പെരിമീറ്റർ ആണെങ്കിൽ അതിൻ്റെ ഒരു മൾട്ടിപ്ലൈങ് നമ്പർ, ഏരിയ ആണെങ്കിൽ 2 മൾട്ടിപ്ലൈങ് നമ്പർ, അത് സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ്. വോളിയം ആകുമ്പോൾ ക്യൂബിക് സെൻറ്റിമീറ്റർ. അപ്പോൾ 3 മൾട്ടിപ്ലൈങ് നമ്പർ ആയിട്ടാണ്, അതായത് പവേഴ്സ്, മൾട്ടിപ്ലൈങ് പവേഴ്സ് ആയിട്ടാണ് മാറുന്നത്. പവർ എന്ന് പറഞ്ഞാൽ ഒരു നമ്പറിൻ്റെ റേസ് ടു എത്രയാണോ ഡിഗ്രി ഉള്ളത് അതിനെയാണ് നമ്മൾ പവേഴ്സ് എന്ന് വിളിക്കുന്നത്. അതായത് 1² ആണെങ്കിൽ അതിൻ്റെ പവർ, ആ ഒരു 1ൻ്റെ പവർ 2 ആണ്, 1³ ആണെങ്കിൽ അതിൻ്റെ പവർ 3 ആണ്, അങ്ങനെയുള്ളത്. ആൻഡ് ആഡിങ് എ ഫിക്സഡ് നമ്പർ, അതിനുശേഷം ഒരു ഫിക്സഡ് നമ്പർ വെച്ചിട്ട് നമ്മൾ ആഡും ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് നമ്മുടെ ആൾജിബ്രൈക് എക്സ്പ്രഷൻസ് വരുന്നത്. ആൾജിബ്രൈക് എക്സ്പ്രഷൻസ്
എക്സ്പ്രഷൻസ് ഇൻവോൾവിങ് ഓൺലി ദീസ് ഓപ്പറേഷൻസ് ആർ കാൾഡ് പോളിനോമിയൽസ്. ഇങ്ങനെ വരുന്ന ആൾജിബ്രൈക് എക്സ്പ്രഷൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പോളിനോമിയൽസ്. നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് പോളിനോമിയൽസ്. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് പോളിനോമിയൽസ്. പോളിനോമിയൽസ് എങ്ങനെയാണെന്ന് കണ്ടെത്തിയല്ലോ. ഏരിയയിലാണെങ്കിലും അതേപോലെ വോളിയത്തിൽ, പെരിമീറ്റർ, എന്തിലാണെങ്കിലും നമ്മൾ ഇക്വേഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ, ഇക്വേഷൻസ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് പെരിമീറ്റർ ആണെങ്കിൽ അതിൻ്റെ ആ ഒരു എക്സ്റ്റൻഷനിലുള്ള ലെങ്ത് എന്താണോ അത് സെയിം, അതിൻ്റെ 1 പവറായിട്ടാണ് വരിക. ഏരിയയിലാണെങ്കിൽ അതിൻ്റെ 2 പവറായിട്ട്, അതിൻ്റെ മൾട്ടിപ്പിൾസ് ഓഫ് പവേഴ്സ് പ്ലസ് ആഡിങ് എ കോൺസ്റ്റൻറ്റ് നമ്പർ അല്ലെങ്കിൽ ആഡിങ് എ ഫിക്സഡ് നമ്പർ, അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുമ്പോൾ ഒരു അൾജിബ്രൈക് എക്സ്പ്രഷൻസ് ആയിട്ട് മാറും. ആ ഒരു അൾജിബ്രൈക് എക്സ്പ്രഷൻസിൻ്റെ മെത്തേഡ്, ഫോർമേഷനോ അതിൻ്റെ ഓപ്പറേഷൻസിനെ പോളിനോമിയൽസ് എന്ന് വിളിക്കും. There are instances where operations other than these are done on measurements. പക്ഷേ ഈ ഒരു മെഷർമെൻറ്റ്സ് നമ്മൾ കണ്ടെത്താൻ ഈ ഒരു ഓപ്പറേഷൻസ് അല്ലാതെ കൂടി നമുക്ക് കുറച്ചധികം വേറെയുള്ള മെത്തേഡ്സുകളുണ്ട്. ഫോർ എക്സാമ്പിൾ അതിനുള്ള ഒരു ഉദാഹരണം പറയാണ്. ലെറ്റ്സ് ലുക്ക് അറ്റ് ദ കമ്പ്യൂട്ടേഷൻ ഓഫ് ദ ഡയഗണൽസ് ഓഫ് എ റെക്ടാങ്കിൾ വിത്ത് 1 സൈഡ് 1 സെൻറ്റിമീറ്റർ ലോങ്ങർ ദാൻ ദി അതർ. അതായത് അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു റെക്ടാങ്കിൾ കൺസിഡർ ചെയ്യാം. റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്ത് 1 സെൻറ്റിമീറ്റർ ആണ്. അതേപോലെ തന്നെ ഒരു ലെങ്ത്ത് 1 സെൻറ്റിമീറ്റർ ആണെങ്കിൽ മറ്റേ ലെങ്ത്ത് എന്താണ്, നമ്മൾ എക്സ് എന്നുള്ളൊരു അൺനോൺ നമ്പർ ഉണ്ടാവുമല്ലോ, എക്സ് പ്ലസ് 1, ഒന്നിനേക്കാട്ടിലും കുറവാണ്. അല്ലെങ്കിൽ ഒരു ലെങ്ത്ത് എത്രയാണോ ആ ഒരു ലെങ്ത്തിനേക്കാളും 1 സെൻറ്റിമീറ്റർ അധികമാണ് മറ്റേ ലെങ്ത്ത് ആ ഒരു റെക്റ്റാങ്കിളിനെ കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ ഒരു റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്ത് എക്സ് പ്ലസ് 1 ആണെങ്കിൽ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് എക്സ് ഒറ്റക്കാണ്. അതാണ് ലെങ്ത്തും ബ്രെഡ്ത്തും തമ്മിലുള്ള വ്യത്യാസം. 1 സെൻറ്റിമീറ്റർ ലോങ്ങർ ദാൻ ദി അതർ. പക്ഷേ അതിന് എന്തുണ്ട്, നമ്മൾ കമ്പ്യൂട്ടേഷൻ ചെയ്യുന്നത് ആ ഒരു റെക്റ്റാങ്കിളിൻ്റെ ഡയഗണലാണ് കേട്ടോ. ഇഫ് യു ഡിനോട്ട് ദ ലെങ്ത് ഓഫ് ദ ഷോർട്ടർ സൈഡ് ആസ് എക്സ് സെൻറ്റിമീറ്റർ, അതിൻ്റെ ഷോർട്ടർ സൈഡ് ബ്രെഡ്ത്തിനെ എക്സ് എന്ന് ഡിനോട്ട് ചെയ്യുമ്പോൾ ലെങ്ത് എന്തായിട്ട് മാറും, എക്സ് പ്ലസ് 1 ആയിട്ട് മാറും. ദെൻ ദ ലെങ്ത് ഓഫ് ദി ഡയഗണൽ ഇൻ സെൻറ്റിമീറ്റർ ഈസ്, അപ്പോൾ അതിൻ്റെ ഡയഗണലാണ് നമ്മൾ കാണേണ്ടത്. ആ ഒരു റെക്റ്റാങ്കിളിൻ്റെ ഡയഗണലാണ് കാണേണ്ടത്. ഡയഗണൽ എങ്ങനെ കാണുക, ഡയഗണൽ കാണണമെങ്കിൽ നമുക്കറിയാം ഹൈപ്പോട്ടന്യൂസ് തിയറി അറിയാം. ഞാൻ ഒരു റെക്റ്റാങ്കിൾ ഇവിടെ വരച്ചിട്ടുണ്ട്. റെക്റ്റാങ്കിളിനെ ഒരു റെക്റ്റാങ്കിളിൻ്റെ ഹാഫായിട്ട്, ഇത് വേറെയാണ് കേട്ടോ. നമുക്ക് ഹൈപ്പോട്ടന്യൂസ് തിയറി അറിയില്ലേ? ഹൈപ്പോട്ടന്യൂസ് തിയറി എന്താണ്, അതായത് ഒരു റെക്റ്റാങ്കിളിനെ നമ്മൾ കട്ട് ചെയ്തു, അതിൻ്റെ ഡയഗണലായിട്ട് കട്ട് ചെയ്തു. അപ്പോൾ ആ ഒരു ഡയഗണലാണ് കാണേണ്ടത്. അപ്പോൾ ലെങ്ത്തും ബ്രെഡ്ത്തും ഉണ്ട്. അപ്പോൾ ആ ഒരു ഡയഗണൽ കാണണമെങ്കിൽ ഡയഗണൽ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത് സ്ക്വയറാണ്. റൂട്ട് ഓഫ് ലെങ്ത്ത് സ്ക്വയർ പ്ലസ് ബ്രെഡ്ത്ത് സ്ക്വയറാണ്. അതായത് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈക്വൽ ടു റൂട്ട് എ ബി സ്ക്വയർ, അങ്ങനെയൊക്കെ അല്ലേ ഹൈപ്പോട്ടന്യൂസ്. ഹൈപ്പോട്ടന്യൂസ് തിയറി എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ, റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈക്വൽ ടു സി സ്ക്വയർ, അങ്ങനെ. അപ്പോൾ നമ്മുടെ ഹൈപ്പോട്ടന്യൂസ് തിയറിയാണ് ഇവിടെ നമ്മൾ ഡയഗണൽ കാണാനുള്ള ഇക്വേഷനായിട്ട് ചെയ്യുക. അപ്പോൾ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ, ഒരു ലെങ്ത്ത് എക്സ് ആണ്, മറ്റേ ലെങ്ത്ത് ബ്രെഡ്ത്ത് എക്സ് പ്ലസ് 1 ആണ്. അപ്പോൾ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ, അങ്ങനെ നമ്മൾ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ ഉണ്ടാവും. പിന്നെ എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയറിൻ്റെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 2ab ആണ്. അപ്പോൾ 2x പ്ലസ് 1 അങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഫസ്റ്റത്തെ എക്സ് സ്ക്വയറും രണ്ടാമത്തെ എക്സ് സ്ക്വയറും കൂടി കൂട്ടുമ്പോൾ 2x സ്ക്വയർ ആയി. 2x സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1, അതായത് റൂട്ട് ഓഫ് 2x സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 എന്നുള്ള രീതിക്ക്. ഇത് വേറൊരു ഇക്വേഷനാണ്. ഇങ്ങനെയും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളത് കാണിക്കുകയാണ്. എന്നിട്ട് ദിസ് ഇൻവോൾവ്സ് ദ സ്ക്വയർ റൂട്ട് ഓഫ് വാരിയിങ് നമ്പേഴ്സ്, സോ ദിസ് ഈസ് നോട്ട് എ പോളിനോമിയൽ. ഇങ്ങനെ ഒരു കുറച്ചധികം നമ്പേഴ്സുകൾ വെച്ചിട്ട് ഉള്ള ഒരു സ്ക്വയർ റൂട്ടിൻ്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ അതൊരു പോളിനോമിയലായിട്ട് മാറണമെന്നില്ല. ബൈ ഡെഫിനിഷൻ നമുക്കറിയാം, ഡെഫിനിഷൻ വെച്ചിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാൻ കഴിയില്ല. നൗ ലുക്ക് അറ്റ് ദിസ് പിക്ചർ. അതിനുള്ള ഒരു ഉദാഹരണമാണ് നമ്മളിവിടെ ഒരു പിക്ചർ. ഇപ്പോൾ നമ്മൾ ഒരു റെക്റ്റാങ്കിളിൻ്റെ ഡയഗണൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് വെച്ചിട്ട് ഒരു വര വരയ്ക്കുകയാണ്, അതാണ് അതിൻ്റെ ഡയഗണൽ. അപ്പോൾ നമ്മൾ ആ ഡയഗണലായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ ഹൈപ്പോട്ടന്യൂസ് ഉത്തരം എങ്ങനെ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഇവിടെ നമുക്ക് ആ ഒരു ഡയഗണലും ഉണ്ട്, അതിൻ്റെ താഴെ ഒരു റെക്റ്റാങ്കിളും ഉണ്ട്. അങ്ങനെയാണ്, ഒരു ട്രയാങ്കിളും ഉണ്ട്, അത് വെച്ചിട്ട് 1 സെൻറ്റിമീറ്റർ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഒരു റെക്റ്റാങ്കിളും ഉണ്ട്. ഇറ്റ് ഷോസ് എ റെക്റ്റാങ്കിൾ അറ്റാച്ച്ഡ് ടു ദി ഹൈപ്പോട്ടന്യൂസ് ഓഫ് ദി ഐസോസിലസ് റൈറ്റ് ട്രയാങ്കിൾ. ഒരു റെക്റ്റാങ്കിൾ ഒരു റെക്റ്റാങ്കിൾ
റെക്റ്റാങ്കിൾ ഐസോസിലസ് ട്രയാങ്കിളുമായിട്ട് അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. വാട്ട് ഈസ് ഇറ്റ്സ് ഏരിയ, അതിൻ്റെ ഏരിയ എങ്ങനെയാണെന്ന് കാണേണ്ടത്. ദി ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ, അപ്പോൾ നമ്മൾ ഈ രണ്ടിൻ്റെയും കൂടി ഏരിയ സം ചെയ്യണം. ട്രയാങ്കിളിൻ്റെയും കാണണം, റെക്റ്റാങ്കിളിനെയും കാണാം. ഫസ്റ്റ് എന്താ ചെയ്യുക, അത് ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ ഈസ് ഈസിലി സീൻ ടു ബി, നമുക്കറിയാം ആ ഒരു ട്രയാങ്കിളിൻ്റെ ബ്രെഡ്ത്തും ഹൈറ്റും 4 cm ആണുള്ളത്. നമുക്കറിയാം ഏരിയ ഓഫ് എ ട്രയാങ്കിൾ ഹാഫ് ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ്, ഹാഫ് BH ആണ്. അപ്പോൾ 4 × 4 എന്ന് പറയുന്നത് 16 ആണ്. 16 × ഹാഫ് 8 ആണ്. 8 cm, 8 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ് ഐസോസിലസ് ട്രയാങ്കിളിൻ്റെ ഏരിയ എന്നുള്ളത്. ദി ലെങ്ത് ഓഫ് ദി ലോങ്ങർ സൈഡ് ഓഫ് ദി റെക്റ്റാങ്കിൾ ഈസ് ദ ഹൈപ്പോട്ടന്യൂസ്. ഇനി നമുക്ക് റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കാണാം. റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത് ഉണ്ട് 1 cm, പക്ഷേ നമുക്ക് അതിൻ്റെ ബ്രെഡ്ത്ത് 1 cm ആണ്, ലെങ്ത്ത് നമുക്കറിയില്ല. ആ ഒരു ട്രയാങ്കിൾ വെച്ചിട്ട് അതിൻ്റെ ലെങ്ത്ത് കാണാം. കാരണം നമുക്കത് ആ ഒരു ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ 2 സൈഡ് കിട്ടിയാൽ അത് മറ്റേ ഡയഗണലായിട്ട്, ഒരു സ്ക്വയറിൻ്റെ ഡയഗണൽ ആകുമ്പോൾ അതിനെ ഹൈപ്പോട്ടന്യൂസ് ആയിട്ട് വിളിക്കുമല്ലോ. അപ്പോൾ അതിങ്ങനെ കാണാം, √4² + 4² ആണ് അത് കിട്ടുക. അങ്ങനെ ചെയ്യുമ്പോൾ ദ ലെങ്ത് ഓഫ് ദ ലോങ്ങർ സൈഡ് ഓഫ് ദി റെക്റ്റാങ്കിൾ ഈസ് ദ ഹൈപ്പോട്ടന്യൂസ് ഓഫ് ദ ഐസോസിലസ് റൈറ്റ് ട്രയാങ്കിൾ. ആ ഒരു റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടന്യൂസ് ആണ്. ആൻഡ് സോ അതെന്തായിരിക്കും, √4² + 4². 4² എന്താണ്, 16 + 16. 16 × 16 32, √32 എന്ന് കിട്ടും. അതിൽ 32 എന്താണ്, 32 എന്ന് പറഞ്ഞാൽ സ്പ്ലിറ്റാക്കി എഴുതി എങ്ങനെ, 2 × 16 ആണ്. √16 എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ 4 പുറത്തേക്ക് ഔട്ട് സൈഡ് എടുത്തു. അതായത് √4² എന്ന് പറഞ്ഞാൽ ഒരു 4 ആണ്, = 4 ആണ്. അപ്പോൾ 4 ബാക്കി 2 ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ 4√2 എന്ന് കിട്ടി. അപ്പം നമുക്ക് അതിൻ്റെ ഉത്തരം കിട്ടിയത് അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 4√2 cm ആണ്. ആൻഡ് സി ഇൻ ദ ലെസൺ ന്യൂ നമ്പേഴ്സ്, നമുക്കത് ന്യൂ നമ്പേഴ്സിൽ ഡിസ്കസ് ചെയ്യാം. ദ ഏരിയ ഓഫ് ദി റെക്റ്റാങ്കിൾ ഈസ് ദിസ്. അപ്പോൾ ആ ഒരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയ 4√2 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ്. ടോട്ടൽ ഏരിയ ഓഫ് ദി ഫിഗർ, ഈ ഒരു ഫിഗറിൻ്റെ ടോട്ടൽ ഏരിയ എന്തായിരിക്കും, ആദ്യത്തെ 2 ഐസോസിലസ് ട്രയാങ്കിളിൻ്റെ ഏരിയയും റെക്റ്റാങ്കിളിൻ്റെ ഏരിയയും കൂടി കൂട്ടിയാൽ മതി. അപ്പോൾ 8 + 4√2 സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സ് എന്ന് കിട്ടി. What if the length of the perpendicular side of the triangle in some other numbers? ഇനി വേറെ നമ്പറുകൾ വെച്ചിട്ട് ഒരു പെർപെൻഡിക്കുലർ സൈഡോ ട്രയാങ്കിൾ എൻ്റെ ലെങ്ത്ത് എങ്ങനെ കാണാം. ഇഫ് യു ഡിനോട്ട് ദിസ് നമ്പർ ആസ് എക്സ്, നമ്മൾ എക്സ് എന്നുള്ള നമ്പർ വെച്ച് ഡിനോട്ട് ചെയ്യാണ്. ദെൻ ദ ഏരിയ ഓഫ് ദ ഫിഗർ ഈസ് ദ നമ്പർ. ആ ഫിഗറിലുള്ള നമ്പർ എന്തായിരിക്കും, പെർപെൻഡിക്കുലർ സൈഡ് ഓഫ് ദ ട്രയാങ്കിൾ ഈസ് സം അതർ. അതായത് ഒരു റെക്റ്റാങ്കിൾ ഉണ്ട്, അതിൻ്റെ പെർപെൻഡിക്കുലർ വാട്ട് ഈഫ് ദ ലെങ്ത് ഓഫ് ദി പെർപെൻഡിക്കുലർ സൈഡ്, ആ ഒരു ട്രയാങ്കിളിൻ്റെ പെർപെൻഡിക്കുലർ സൈഡിൻ്റെ ലെങ്ത്ത് നമുക്കത് നമ്മളിപ്പോൾ എഴുതിയത് എന്താണ്, 8 + 4√2 എന്നല്ലേ. അതിൽ നമ്മൾ ആ ഒരു എക്സ്റ്റെൻഷന് ഹാഫ് BH, അത് നമ്മൾ ഈ ഒരു എക്സ്റ്റെൻഷൻ എക്സ് ആണല്ലോ, എക്സും x+1 ആണല്ലോ, എക്സ് എന്നുള്ള ടേംസൊക്കെ ആക്കി എഴുതുമ്പോൾ എങ്ങനെ ചെയ്യണ്ടേ, അതിൻ്റെ ബ്രെഡ്ത്തും ഹൈറ്റും സെയിം ആണ്. അപ്പോൾ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഹാഫ് BH ആണ്. ഹാഫ് BH അതായത് ബ്രെഡ്ത്തും ഹൈറ്റും സെയിം ആയതുകൊണ്ട് രണ്ടും കൂടി എക്സ് എന്നുള്ള നമ്പറില്ല. അപ്പോൾ ഹാഫ് × x², x × x², ഹാഫ് x². പിന്നെ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്നുള്ളത് 4√2 ആണ്. 4√2. അപ്പോൾ 4 എന്ന് പറയുന്നത് എന്താണ്, അതിൻ്റെ ലെങ്ത് തന്നെയല്ലേ, എക്സ് എന്നുള്ള ഐസോസിലസ് ട്രയാങ്കിളിൻ്റെ ബ്രെഡ്ത്തും ഹൈറ്റും ഒക്കെ തന്നെയല്ലേ 4. അപ്പോൾ 4√2 അല്ലെങ്കിൽ √2x, ആ 4 ആണ് എക്സ് എന്നുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ എക്സിൻ്റെ ടേംസൊക്കെ ആക്കി എഴുതുമ്പോൾ ഹാഫ് x² + √2x എന്ന് എഴുതി. ദിസ് യൂസസ് ദ സ്ക്വയർ റൂട്ട് ഓഫ്, പക്ഷേ ഇതെന്താണ്, ഇത് പോളിനോമിയലായിട്ട് നമുക്ക് എഴുതാൻ പറ്റൂല, കാരണം അവിടെ √2 കിട്ടിയിട്ടുണ്ട്. ബട്ട് ദ ഓപ്പറേഷൻസ് ഓൺ ദ വാരിങ് നമ്പർ x ഇൻവോൾവ്സ് ഓൺലി സ്ക്വയറിങ് ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ ബൈ ദ ഫിക്സഡ് number half and √2. So this expression is indeed a polynomial. This uses ഇവിടെ √2 യൂസ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ ആൾജിബ്രയ്ക്ക് ഇക്വേഷൻസ് ആയിട്ട് മാറാൻ കഴിയും. കാരണം എന്താണ്, അവിടെ ഡിഗ്രി ഉണ്ടല്ലോ പോളിനോമിയൽസിൻ്റെ. പവർ, നമ്മൾ പവർ എക്സിന് പവർ വരുന്നുണ്ടല്ലോ, ഏരിയ എന്ന് പറഞ്ഞാൽ പവർ വെച്ചിട്ടല്ലേ, 2 എന്നുള്ള സ്ക്വയർ റൂട്ടിൻ്റെ പവറായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ മറ്റേതും ഒരു നമ്പർ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ബട്ട് ദ ഓപ്പറേഷൻസ് ഓൺ ദ വാരിങ് നമ്പർ എക്സ് ഇൻവോൾവ്സ് ഓൺലി സ്ക്വയറിങ്. അപ്പോൾ സ്ക്വയറിങ്ങും മൾട്ടിപ്ലിക്കേഷനും ആണെന്നുണ്ടെങ്കിൽ ഒരു ഫിക്സഡ് നമ്പർ, അവിടെയുള്ള നമ്മുടെ ഇവിടുത്തെ ഫിക്സഡ് നമ്പർ ഹാഫ് √2 അതൊക്കെ ഒരു ഫിക്സഡ് നമ്പറാണ്. സോ ദിസ് എക്സ്പ്രഷൻ ഈസ് ഇൻഡീഡ് എ പോളിനോമിയൽ. ഇതൊരു പോളിനോമിയലായിട്ട് നമുക്ക് മാറ്റാൻ കഴിയും.